നമ്മൾ ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു അടിപൊളി ഒരു കാതൊക്കെയുള്ള ഒരു ബാഗ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നീളം നമ്മൾ 13.5 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ തന്നെ വീതി 9.5 ഇഞ്ചാണ് എടുത്തിട്ടത്. അതുപോലെ ഇത് നാട തയ്ക്കാൻ വേണ്ടി 13.5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ സാധാരണ നമ്മൾ നാടയൊക്കെ തയ്ക്കുന്നില്ലേ, അതുപോലെ നമ്മൾ ആദ്യം ഒന്ന് മടക്കി തയ്ക്കുക. ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഇതിന്റെ രണ്ടാമത്തെ സൈഡും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 നാടയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സിബില് ഈ ഒരു സൈഡ് കണ്ടോ, ആ ഒരു 13.5 ഇഞ്ച് നീളം വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് ഇവിടെ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പീസും ഇതേ രീതിയിൽ വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കണ്ടോ. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2 ഭാഗത്തേക്കും ഒരു 2.5 ഇഞ്ച് വീതം 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്യുന്നു. നാട തയ്ക്കാനുള്ളതാണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സിബിന്റെ ഭാഗത്ത് 1.5 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇനി ഇതുപോലെ 2 ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്ച്ചു വെച്ച നാട നമ്മളൊന്ന് ആദ്യം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇതിനെ ഇതേപോലെ വെച്ച് രണ്ടാമത്തെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് നിവർത്തി സിബിന്റെ ഭാഗത്തേക്ക് നിവർത്തി വെച്ചിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പൊ 2 നാടയും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നേരെ പകുതിയായിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിന്റെ സെന്റർ ഭാഗം കേട്ടോ, സിബും അതുപോലെ നമ്മൾ തയ്ച്ച പീസും കറക്റ്റ് സെന്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക. ഇനി നമുക്കിവിടെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ഫോൾഡിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു സ്റ്റിച്ചിന് ശേഷമാണ് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 4 ഭാഗത്തും മാർക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തെ ഇതുപോലെ പിടിക്കുക കേട്ടോ. ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇത് സെന്റർ ഭാഗത്ത് വരും. ഈ ഒരു ജോയിന്റ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമുക്ക് 4 കോണം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു 4 കോണം നമ്മൾ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കണ്ടോ. 4 കോണും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ. ഈ ഒരു കോണുകളൊക്കെ നല്ലവണ്ണം ഒന്ന് ആ ഒരു പോയിന്റ് ഒക്കെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സും അതുപോലെ ചെറിയ സൈസിലുള്ള വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു അടിപൊളി ബാഗ് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.